ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതമുണ്ടേ. ഇന്നൊരു അന്തരീക്ഷം ആകെ വല്ലാതെ കിടക്കുവാണേ. മഴയുമല്ല, എന്നാൽ വെയിലാണോ അതുമല്ല, ആകെ മൂടി കെട്ടിക്കിടക്കുന്നൊരവസ്ഥയാണ് നമ്മുടെ ഇവിടെയൊക്കെ കേട്ടോ. നിങ്ങളുടെ ഇവിടെയൊക്കെ മഴയൊക്കെ പെയ്യുന്നുണ്ടോ? നമ്മുടെ ഇവിടെ രാവിലെ ഇന്നലെ രാത്രിയിലൊക്കെ മഴയായിരുന്നു കേട്ടോ. ഇന്ന് പക്ഷെ വല്ലാതെ മൂടി കെട്ടിക്കിടക്കുവാണ്. അപ്പോഴെന്താ, മഴയും വെയിലും ഒന്നും ഇല്ലാത്ത സമയത്ത് എന്താ രണ്ടുപ്പേരിയൊക്കെ കഴിച്ചാലോ നമുക്ക്. അപ്പോഴേ ഏത്തക്കൊല കിട്ടി കേട്ടോ. ഏത്തക്കൊല ഇന്നലെ ഒരെണ്ണം വാങ്ങിച്ച, അപ്പോഴും രാവിലെ മുതൽ വഴക്കെ എനിക്ക് 2 ഏത്തക്ക വറുത്ത് തരാൻ. അപ്പോഴും ഞാൻ പറഞ്ഞു വൈകിട്ടാകുമ്പോഴത്തേനും ഞാൻ എന്തായാലും വറുത്ത് വെച്ചേക്കാം. അപ്പോഴും നമുക്ക് 2 ഏത്തക്കായൊക്കെ വറുത്ത് ഉപ്പേരിയൊക്കെ കഴിക്കാം, കടിഞ്ചാകയൊക്കെ ഇട്ട് കുടിക്കാം. അപ്പോഴെല്ലാവർക്കും സുഖമാണോ? നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ? ഇനിയിപ്പോൾ ഫുള്ള് മഴയായിരിക്കുമല്ലോ നമ്മുടെ ഇവിടെ. തുലാമാസത്തിലെ മഴ, ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഒത്തിരി ദിവസമായി നിങ്ങളുടെ മുന്നിലോട്ട് ഞാൻ വന്നിട്ട് കേട്ടോ. തിരക്കായിരുന്നു ഇച്ചിരി. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇച്ചിരി വീഡിയോ ഒക്കെ ഇട്ട് നിങ്ങളെ കാണിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഉപ്പേരിയൊക്കെ വറക്കാൻ പോയാലോ? 10-12 ഏത്തക്കായൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ഒന്നുമില്ല, ഒത്തിരി ശരിയാവത്തില്ല, കുറച്ച് മതി കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് എടുത്ത് വറക്കാം. അപ്പോഴേ വെള്ളത്തിനകത്ത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നിങ്ങളൊക്കെ ഇങ്ങനെയാണോ? പിന്നെ ഞാനത് തുടച്ചെടുത്തിട്ടാണ് നമ്മൾ ഓരോന്ന് അരിഞ്ഞിട്ട് നമ്മൾ വറുത്തെടുക്കും കേട്ടോ. അപ്പോഴേ നമുക്ക് അങ്ങനെ വറുത്തെടുക്കാം കേട്ടോ. ഓണമൊന്നുമില്ല, 28 കഴിഞ്ഞില്ലേ വെറുതെ രസം. ഏത്തക്കൊല കിട്ടിയപ്പോൾ വറുത്ത് കൊടുക്കണമെന്നൊരു വഴക്കായിരുന്നു ഫുള്ളിന്ന്. അപ്പോഴോരോന്നായിട്ടേ പൊളിച്ചെടുക്കട്ടെ. എനിക്കുണ്ടല്ലോ, എനിക്ക് ഈ ഉപ്പേരി കഴിക്കുന്നതിനേക്കാളും ഇഷ്ടം ശർക്കര വരട്ടിയാണ്, ഭയങ്കര ഇഷ്ടം. പക്ഷെ ഇപ്പം നമ്മൾ ശർക്കര വരട്ടിയൊന്നും ഉണ്ടാക്കുന്നില്ല, ഉപ്പേരിയാണ്. അമ്മ രാവിലെ പോലെ പറയാം, എൻ്റെ പ്രിയേ ഏത്തക്ക വറക്കുന്നില്ലേടി. ഞാൻ പറഞ്ഞ അമ്മയെ വൈകിട്ട് വറക്കാം. ഇത്രയും മടിയുണ്ടോ എന്നോട് പറയാം. ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് വൈകിട്ട് ഞാൻ വറുത്ത് തരുന്നു. അമ്മയ്ക്കല്ല, മോന് കൊടുക്കാൻ അമ്മ കേട്ടോ രാവിലെ മുതൽ വെള്ളം വയ്ക്കുന്നത്. എവിടോ ഇരുന്നൊന്ന് കേട്ടുപോയി മോൻ പറയുന്നത് എന്നോട്. സ്നേഹമുള്ള മമ്മിയാണ് ഞങ്ങളുടെ കേട്ടോ. നമ്മളിനി ഏത്തയ്ക്ക വറുത്ത് കൊടുത്തില്ലൊന്നും പരാതി വേണ്ടല്ലേ. ഇത് പൊളിച്ചെടുക്കാനാ പാട്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞായിരുന്നു, കല്യാണം കഴിഞ്ഞു ആദ്യത്തെ വർഷം അമ്മയ്ക്ക് വയ്യാതായിപ്പോയേ. അപ്പോഴും ഞങ്ങൾ രണ്ടും കൂടെ ഇതേപോലെ ഉപ്പേരി വറുത്ത് കേട്ടോ. സൂപ്പറായിരുന്നു. ഞാൻ ആ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഒക്കെ നേരത്തെയൊക്കെ ഉള്ളത് എടുത്ത് കാണണേ. അപ്പോഴതിനകത്ത് ഞാൻ കഥ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് എൻ്റെ ഒരു മാല, ഒരു നെക്ലേസ്, ചെറിയൊരു നെക്ലേസ് കളഞ്ഞു പോയ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ആ വർഷം ഉപ്പേരി വറുത്തു, മൊത്തവും കൂടെ തട്ടിയിട്ടുണ്ടല്ലോ. നമുക്കറിയത്തില്ലല്ലോ ഈ ഇത് ഏത്തക്കായൊക്കെ അരിഞ്ഞിട്ടിട്ട് ഇളക്കരുതെന്ന് അന്നേരം. പക്ഷെ ഞങ്ങളെന്തോ ചെയ്തു, ഞങ്ങൾ രണ്ടും കൂടെ തട്ടിയിട്ടിട്ട് ഫുള്ളെ അങ്ങ് ഇളക്കി കേട്ടോ. ഇളക്കിയപ്പോൾ എന്തോ എല്ലാം കൂടെ കൂട് കുത്തി ഒറ്റ ഒരിതായിട്ട് വന്നു. പിന്നെ വയ്യാത്ത അമ്മ പിന്നെ എഴുന്നേറ്റ് വന്ന് ഉപ്പേരി വറുത്ത് തന്നു. ഒന്നും പറയണ്ട. അങ്ങനെ ആദ്യത്തെ ഉപ്പേരി വറുപ്പ് ഞങ്ങളുടെ ചീറ്റിപ്പോയി. ഇപ്പം അങ്ങനെയൊന്നും അല്ല കേട്ടോ. അപ്പം നല്ലതായിട്ടൊക്കെ വറുത്തെടുക്കും. പഠിച്ചു വരുന്നു നമ്മളല്ലേ. അപ്പം ഞാനിതൊന്ന് പൊളിച്ചൊക്കെ കാണിക്കാം. പൊളിച്ച് പിന്നെ നമുക്ക് കഥയും പറഞ്ഞുകൊണ്ട് നിന്ന് നിങ്ങളെന്നെ തല്ലിക്കൊല്ലും. അപ്പോൾ ഞാനിതൊന്ന് പൊളിച്ചെടുക്കട്ടെ ആദ്യം. അപ്പോൾ ഞാൻ എല്ലാം പൊളിച്ച് ഇങ്ങനെ മഞ്ഞൾ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. എന്നിട്ടുണ്ടല്ലോ ഞാൻ എണ്ണ ചൂടാക്കിയിട്ട് ഇങ്ങനെ ഓരോന്നെടുത്ത് നമ്മുടെ ഒരു വെള്ള തുണി എടുത്തിട്ട് അതും കൊണ്ട് തുടച്ച് ഇവന്മാർ ഓരോന്നായിട്ട് അങ്ങോട്ട് അരിയിടും. അങ്ങനെയാണേ നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അല്ലാതെ ഞാനിങ്ങനെ മൊത്തത്തിൽ പൊളിച്ച് വെച്ചിട്ട് അങ്ങനെ അരിഞ്ഞെടുക്കുമല്ല കേട്ടോ. ഞാൻ ഇങ്ങനെയാണേ. അമ്മയൊക്കെ പിന്നെ ഇങ്ങനെ മൊത്തത്തിൽ പൊളിച്ചൊക്കെ വെച്ചിട്ടായിരുന്നു അമ്മയൊക്കെ നേരത്തെ ചെയ്യുന്നത്. ഇപ്പം ഞാനിങ്ങനെയാണ് ചെയ്യുന്നതേ. അപ്പോൾ പെട്ടെന്ന് ആ കറയാവത്തില്ല. നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ടുള്ള ഉപ്പേരി കിട്ടും. അപ്പോൾ ഇനി ഞാനിങ്ങനെ എണ്ണ ചൂടാക്കി ഒന്ന് അരിഞ്ഞെടുക്കട്ടെ.
പിന്നെ നമ്മളെല്ലാം കഴുകി തുടച്ച് വെള്ള തുണിക്കകത്തൊക്കെ തുടച്ചെടുത്ത് ഇനി ഞാൻ എങ്ങനെയാണെന്നറിയോ ഓരോന്നങ്ങോട്ട് ചീകി ചീകി അരിയും. എപ്പോഴും ഇങ്ങനെ അരിഞ്ഞ് വെക്കത്തില്ല, ഇങ്ങനെ കനം കുറച്ച്. അങ്ങനെ എളുപ്പം നമുക്കായി കിട്ടും. എണ്ണയൊന്നും കയ്യിൽ തെറിക്കാതെ നോക്കിയൊക്കെ അരിയണം. തീയൊക്കെ കുറച്ചിടണം. നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്താണ് വറക്കുന്നത് കേട്ടോ. എങ്ങോട്ടാണ് ഈ ചാടി പോന്നേ? കനം കുറച്ചരിയണം. ഞാൻ പൊക്കി പിടിക്കുന്നതേ എണ്ണയ്ക്ക് നല്ല ചൂടുണ്ട് കേട്ടോ. ചാടി പോകുന്നത് നോക്കണ്ട, കുഴപ്പമില്ല. എണ്ണ ചൂടായി കിടക്കുന്നതുകൊണ്ട് നമ്മുടെ കയ്യിലോട്ട് ചൂട് തട്ടും കേട്ടോ. ഇത് നമുക്ക് ഈ വിറകടുപ്പിലാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഒരെണ്ണം കൂടി ഡാൻസ് തരം തരുമോ നിങ്ങൾ? ഒരു കായും കൂടി അരിഞ്ഞിട്ടോട്ടെ. അപ്പോൾ ചീകരി സ്പീഡ് കുറവാണ്. നമ്മുടെ ഈ സ്ലാവ് പൊക്കത്തിലായതുകൊണ്ട് എനിക്കോ നീളവും ഇല്ല. അപ്പോൾ 3 ഏത്തക്ക നമ്മൾ അരിഞ്ഞിട്ടിട്ടുണ്ട്. തീയനെ നമുക്കൊന്ന് എണ്ണയ്ക്കകത്തോട്ടിട്ട് കൊടുക്കാം. അപ്പോഴും നമ്മുടെ ഉപ്പേരിയൊക്കെ ഏകദേശം ആയി വരുന്നു. കണ്ടോ, നല്ല കളറുണ്ട്. ഒട്ടും കറയില്ല കേട്ടോ ഇങ്ങനെ അരിഞ്ഞിടുമ്പോഴേ. മറ്റേ നമ്മളിങ്ങനെ അരിഞ്ഞ് വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ കറുത്തിരിക്കും. എനിക്കത് ഇഷ്ടമല്ല കേട്ടോ. നല്ല കളറായിട്ടിരിക്കും. മഞ്ഞൾപ്പൊടി ഒന്നും ഇട്ടല്ല. മഞ്ഞൾപ്പൊടി നമ്മൾ വെള്ളത്തിൽ നമ്മളിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എല്ലാവരും ഉപ്പ് കലക്കി വെളിച്ചെണ്ണയ്ക്കകത്ത് ഒഴിക്കും. പക്ഷേ ഞാൻ ഇവിടെ ചെയ്യുന്നത് കുറച്ച് ഉപ്പ് പൊടി എടുത്ത് എല്ലാത്തിനകത്തും തേച്ച് പിടിപ്പിക്കും കേട്ടോ. ഇങ്ങനെ തട്ടി കൊടുത്താൽ എല്ലായിടത്തും ആവും. അപ്പോൾ ഈ എണ്ണയ്ക്കകത്ത് എണ്ണയ്ക്കകത്ത് ഉപ്പൊഴിക്കുന്നതിനോട് എനിക്കത്ര ഇഷ്ടമല്ല കേട്ടോ. എണ്ണ കേടാവും. നമ്മളത് വീണ്ടും ഉപയോഗിച്ചാൽ അത് ശരിയാവില്ല. അപ്പോഴും നമ്മളിവിടെ ഇങ്ങനെയാണേ കുറച്ച് ഉപ്പ് പൊടി എടുത്ത് എല്ലാത്തിനകത്ത് തട്ടിയിടും. അപ്പോഴീ ഉപ്പേരിയൊക്കെ മൂത്തോന്ന് അറിയുന്നത് എങ്ങനെയാണോ, നമ്മൾ കിലുകിലാ ശബ്ദം വരും. നമ്മളിങ്ങനെ ഇളക്കുമ്പോഴേ കിലുകിലാ ശബ്ദം വരുമ്പോഴാണ് നമ്മുടെ ഉപ്പേരി മൂത്തതായിട്ട് മനസ്സിലാവുന്നതില്ലേ. അപ്പോഴേ ഇച്ചിരി കൂടെ ആവണം. നമ്മുടെ ഉപ്പേരിക്ക് ശബ്ദം കേൾക്കുന്നുണ്ട്, 4 ഇത്തിരി കൂടെ വേണം കേട്ടോ. അപ്പോൾ നമ്മളെ ഉപ്പേരിയൊക്കെ മൂത്തു. ഞാൻ കുറച്ച് തിന്ന് നോക്കിയപ്പോഴും റെഡിയായി കേട്ടോ. നമുക്ക് കോരാം. പിന്നെ നമ്മൾ ഉപ്പ് പൊടിയിടത്തുള്ളൂ കേട്ടോ. അപ്പോഴേ നമ്മുടെ ഉപ്പേരിയൊക്കെ കോരി എടുത്തു. അന്നേരം കുറച്ച് ഉപ്പുപൊടി, ആവശ്യത്തിന് ഉപ്പുപൊടി ഈ എണ്ണയോടുകൂടി നമ്മൾ ചേർത്താൽ ഇതിന് പിടിക്കത്തുള്ളേ. എൻ്റെ തവി എന്ത് ചെയ്യും? എന്നിട്ട് ഞാനുണ്ടല്ലോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കും. അപ്പോഴേ എല്ലാത്തിനകത്ത് അങ്ങ് മിക്സ് ആവും കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടി കൊടുത്താൽ മതി. കൊട്ടാനൊക്കെ എല്ലാവർക്കും അറിയാമോ.
അത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി കേട്ടോ. ഇനി ബാക്കി കൂടെ ഞാൻ അരിഞ്ഞ് ഇടട്ടെ. അപ്പോൾ ഇങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ എല്ലായിടത്തും ആയിക്കോളും കേട്ടോ. അങ്ങനെ നമ്മൾ ഉപ്പേരിയൊക്കെ വറുത്ത് കഴിഞ്ഞു കേട്ടോ. ലൈറ്റ് ഇച്ചിരി കുറവുണ്ട്, രാത്രി ആയില്ലേ കേട്ടോ. അപ്പോൾ ഇത് ഉപ്പേരിയൊക്കെ കൊടുത്തിട്ടൊരു പാട്ടൊക്കെ പാടി കേൾപ്പിക്കണം നമുക്ക് കേട്ടോ. ഉപ്പേരിയൊക്കെ കൊടുത്തിട്ട് ഏത് പാട്ടാണ് നമ്മൾ പാടുന്നത്? പൂമുഖവാതിൽക്കൽ സ്നേഹം ചൊരിയുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. മയക്കാം നമുക്ക് ഉപ്പേരിയൊക്കെ കൊടുത്തിട്ട് കേട്ടോ. ചുമ്മാ ഇടയ്ക്ക് വന്ന് കഴിച്ചിട്ട് പോയി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നാളെ കുഞ്ഞു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉപ്പേരി. പിന്നിനകത്തിട്ട് അടച്ച് വയ്ക്കട്ടെ ഇനി. അപ്പോൾ നാളെ കാണാം നമുക്ക്.